ഞാൻ ശ്രീ സന്തോഷ് കുമാറിലേക്ക് കൂടി പോകുന്നു. ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ പ്രതിപക്ഷം പല രൂപത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങടക്കം ഇടതുപക്ഷ എംപിമാർ ജന്തർ മന്ദറിലേക്ക് പ്രകടനമായി നീങ്ങുന്ന കാഴ്ച കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ മറ്റ് UDF-ലെ മറ്റംഗങ്ങൾ കൂടി UDF അംഗങ്ങൾ കൂടി ഇപ്പോൾ UDF എംപിമാർ നടത്തുന്ന പ്രതിഷേധവും നമ്മൾ വൈകുന്നേരമാകുമ്പോൾ കാണുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുന്നു. ഒരുമിച്ച് നീങ്ങേണ്ട സമയമല്ലേ? ഇനി അത് വേറെ വേറെ നിൽക്കുകയല്ല, ഒരുമിച്ച് നീങ്ങേണ്ട സമയമായിരിക്കുന്നു. അല്ല, ഒരുമിച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രാവിലെ യോഗം ചേർന്നപ്പോൾ ഒരു ശക്തമായ സമരം നടത്തേണ്ട കാര്യം ആലോചിച്ചിരുന്നു. പക്ഷെ രാവിലെ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. പിന്നീട് ഞങ്ങൾ തനിച്ചു മടങ്ങുന്ന സ്ഥിതി ഉണ്ടായി. കോൺഗ്രസ് ഇപ്പോ പ്രത്യേകമായിട്ട് ആ സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും വിശദീകരിക്കുകയും ചെയ്തല്ലോ. നാളെ രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വീണ്ടും ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാജ്യമാകെ ഈ ആവശ്യത്തിന്റെ പേരിൽ ഒന്നിച്ചിരിക്കുന്നു എന്നതാണ്. ഇത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ആവേശകരമായിരിക്കുന്ന കാര്യം. ഞാനത് മറച്ചു വെക്കുന്നില്ല. എല്ലാവരും യോജിച്ചിരിക്കുന്നു. കുട്ടികൾ ആദ്യം ആരംഭിച്ചു, ഞാൻ പറഞ്ഞു. അതിനുശേഷം അത് പലരും ഏറ്റെടുത്തു. വിദ്യാർത്ഥി സംഘടനകൾ, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞാൻ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ വന്നില്ലല്ലോ എന്നൊക്കെ ആശങ്കപ്പെടുകയായിരുന്നു. കാരണങ്ങൾ പലതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സാമാന്യ സ്വാധീനമുള്ള സംഘടനകളാണ്. പക്ഷെ ഇത് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് വിഭജനത്തിന്റെ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. എല്ലാവരും കൂടെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിപ്പോ നോക്ക്, ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തിയാണ് ഈ പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത്. ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഇവർ അങ്ങേയറ്റം ഇഗോയിസ്റ്റിക് ആണ്. ഇവർക്ക് ഈ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു മിനിമം സംഗതിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 വർഷമാണ് സ്മൃതി ഇറാനി പൂർത്തിയാക്കിയത്, രമേഷ് പൊക്രിയാൽ പൂർത്തിയാക്കിയത്. ഈ മനുഷ്യന് മാത്രം എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ഇന്ത്യ ആകെ ആവശ്യപ്പെട്ടിട്ട് എന്താണ് മാറാത്തത്? പേഴ്സണലായി സംസാരിക്കുമ്പോൾ ഞാനത് ഒരു ചർച്ചയിൽ പറയുന്നത് ശരിയല്ല. BJP-യുടെ പ്രധാനപ്പെട്ട എംപിമാർക്ക് പോലും അഭിപ്രായക്കാരാണ്. പക്ഷേ RSS കണക്ഷൻ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം, പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഈഗോ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരാളെ സംരക്ഷിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പ്രതിപക്ഷ മേധാവിനെ ഉൾപ്പെടെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളെ 10,200-ലധികം വിദ്യാർത്ഥികളെ മാരകമായി തല്ലിച്ചവച്ചു. ഒരു കാര്യത്തിൽ എനിക്ക് മലയാളം മീഡിയയോട് പ്രത്യേക അഭിമാനമുണ്ട്. ഞാൻ ഇന്നലെയും മറ്റെംപിമാരോടൊപ്പം തന്നെ മറ്റ് ഭാഷകളിലെ ചാനൽ, ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അവിടങ്ങളിലൊക്കെ ഈ സമരത്തെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നതിനാണ്. 2 മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റ കാര്യം ടൈംസ് നൗ എടുത്തെടുത്ത് ചോദിച്ചു. ഞാൻ ആ പരിക്കേറ്റതിനെ ന്യായീകരിക്കുന്നില്ല. ഇതിനിടയിൽ പല എലിമെന്റ്സും നുഴഞ്ഞു കയറി അവർ ഈ സമരത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച ഇന്ന് ചില മലയാളി സുഹൃത്തുക്കൾ തന്നെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. സമരത്തെ ദുർബലപ്പെടുത്താൻ പല ശ്രമങ്ങളും നടത്തി. ആ ശ്രമങ്ങളെയാണ് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഹിന്ദി ഇംഗ്ലീഷ് മീഡിയ, നാഷണൽ മീഡിയ എന്ന് പറയുന്ന സോക്കോൾഡ് മീഡിയ പലതും ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ അവരോട് പലരോടും പേഴ്സണലായിട്ട് പറഞ്ഞു, ഇത്ര വലിയൊരു സമരം രാജ്യത്ത് നടക്കുമ്പോൾ നിങ്ങള് മീഡിയയുടെ താല്പര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. മാധ്യമ പ്രവർത്തകർക്കും ചിലപ്പോൾ താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അല്പെങ്കിലും വസ്തുത പറയണ്ടേ? ഇന്നലത്തെ പല ചർച്ചകളും വൺ സൈഡഡ് ആയിരുന്നു. ഞാനിപ്പോൾ ഇതിന് ശേഷം 1-2 ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. എനിക്ക് ഉറപ്പാണ് വൺ സൈഡഡ് ആയിരിക്കും ആ ചർച്ചകൾ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ കുറ്റം ചെയ്തു എന്ന മട്ടിലാണ്. ഈ ചോദ്യപേപ്പർ ചോർത്തിയത് തന്നെ പ്രതിപക്ഷമാണ് എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞേക്കും. അറസ്റ്റ് ചെയ്തു BJP നേതാക്കന്മാരെ പലരെയും, അത് വേറൊരു ഭാഗം. അപ്പൊ ചുരുക്കത്തിൽ സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. മലയാളം മീഡിയ ഈ കാര്യത്തിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. നമ്മുടെ ഒരു നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കൂടെ ഭാഗമാണത്. ഞാൻ മറ്റു ഭാഷ തമിഴ് മീഡിയ അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ ഈ കാര്യത്തിനകത്തൊരു നിലപാടുള്ളവരാണ് എന്ന് തെളിയിച്ചു. നിങ്ങളോടൊക്കെ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവും തർക്കങ്ങളൊക്കെ ഞങ്ങൾ പല ഘട്ടങ്ങളിലും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക വിഷയത്തിൽ രാജ്യത്തിന്റെ മനസ്സിന്റെ കൂടെയാണ്, വിദ്യാർത്ഥികളുടെ പൊതുവികാരത്തിന്റെ കൂടെയാണ് എന്നാണ്. അതാണ് പൊതുവികാരം എന്ന് പറയുമ്പോൾ സോനം വാങ്ചുക് പറഞ്ഞതുപോലെ ഇതൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് ചുരുക്കാനാകില്ല. പരീക്ഷ എഴുതി പുറത്തു വരുന്നവർ, ഈ കോപ്പി അടിച്ച് പരീക്ഷ എഴുതിയവർ ജയിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുക? രാജ്യത്തിന് വ്യാജ ഡോക്ടർമാരെ ഉണ്ടാക്കുന്നു, രാജ്യത്ത് കെട്ടിടങ്ങൾ തകർക്കുന്ന എഞ്ചിനീയർമാരുണ്ടാക്കുന്നു. ആ തരത്തിൽ ആണ് ആ വിഷയത്തെ കാണേണ്ടത്. ആ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും ആ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുകയും, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ എന്തറിയുമോ, ഇത് വളരെ വളരെ ഭീകരാണ്. ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ BJP-യുമായി ബന്ധപ്പെട്ട ഒരു കോച്ചിങ് എക്സാം മാഫിയ രാജ്യത്തുണ്ട് എന്ന് പലയിടത്തും വിവരങ്ങൾ വന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട അവരുടെ നേതാക്കന്മാരാണ് ഇവർ. എന്നിട്ട് വലിയ പ്രസംഗം നടത്തുക എന്നുള്ളതല്ലാതെ ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. നമ്മുടെ ഏതെങ്കിലും ഒരു സർക്കാരിന് ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു നാട്ടിൽ BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ എത്ര സമരം നടത്തി? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി മിനിമം ഇതിന്റെ ഉത്തരവാദിത്തം എടുക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ പാർലമെന്റിൽ വന്ന് ഈ ബ്രൂട്ടാലിറ്റിയെ കുറിച്ച് ഒരു പ്രസംഗം, ഒരു പ്രസ്താവന വെക്കൂ. അതൊക്കെയല്ല, അതിനുവേണ്ടിയാണല്ലോ പാർലമെന്റ്. അതാണ് ഈ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് NDA യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ പാർലമെന്റിൽ ഉത്തരവാദപ്പെട്ട അദ്ദേഹം പറയേണ്ട ഘടകത്തിൽ അദ്ദേഹം വന്നില്ല, പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസണിലേക്ക് പോയിട്ടേയില്ല, അദ്ദേഹത്തിലും വരാം.